ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്നേഹമുള്ളവരെ, ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ധ്യാനിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 45 വരെയുള്ള വചനഭാഗമാണ് കൊണ്ടുവരുന്നത്. ഈ ധ്യാനഭാഗത്ത് സെബദീ പുത്രന്മാരായ യാക്കോബും യോഹന്നാനും യേശുവിൻ്റെ അടുക്കൽ പങ്കുവയ്ക്കുന്ന അവരുടെ ഒരു ആഗ്രഹത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് അവർ യേശുവിനോട് പറയുന്നത്? അവരിങ്ങനെ പറയുന്നു: ഗുരു, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് നീ ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. സെബദീ പുത്രന്മാർ യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരാണ്. യേശുവിനോട് ചേർന്ന് ജീവിക്കുന്ന സ്നേഹസമ്പന്നരായ ഈ രണ്ട് മക്കളുടെ ആഗ്രഹത്തെ യേശു എപ്രകാരം കൈകാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ആ ആഗ്രഹത്തിൻ്റെ പിന്നിലുള്ള മനോഭാവം, അതിന് നമ്മുടെ ജീവിതവുമായിട്ടൊക്കെയുള്ള ബന്ധം, ഇതിനെക്കുറിച്ച് നമുക്ക് ആഴമായിട്ടൊന്ന് ധ്യാനിക്കാം. അവരിങ്ങനെ പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുക. ഗുരു, ഞങ്ങൾ നിന്നോട് യാചിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. പലപ്പോഴും നമ്മുടെ യാചനകളുടെയും പിന്നിലുള്ള ഒരു മനോഭാവം ഇതാണ്: ഞങ്ങൾ നിന്നോട് യാചിക്കുന്നത് നീ ഞങ്ങൾക്ക് ചെയ്തു തരണമെന്നുള്ളൊരു മനോഭാവം. ഈ മനോഭാവം എത്രമാത്രം ശരിയുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും മക്കളെന്ന നിലയിൽ സ്വർഗീയ പിതാവിനോട് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ പങ്കുവെക്കുമ്പോൾ ഇതുപോലെ നമുക്ക് പങ്കുവെക്കാവുന്നതാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിതാവേ, എൻ്റെ ആഗ്രഹം ഇന്നതാണ്, നീ അത് ചെയ്തു തരണമെന്ന് പറയുകയും ദൈവസന്നിധിയിൽ അതിനുവേണ്ടി പരിഭവിക്കുകയും നിർബന്ധം പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്, ഒരു പിതാവിനോട് മകൻ അല്ലെങ്കിൽ മകൾ എന്നുള്ള മനോഭാവത്തിൽ നിന്നുകൊണ്ട്. എങ്കിലും ആത്യന്തികമായി ദൈവം എനിക്ക് എന്താണ് ചെയ്തു തരുന്നത് എന്നുള്ളതിനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നതിനെ എനിക്ക് കിട്ടണം എന്നുള്ള നിർബന്ധ ബുദ്ധിയല്ല നമുക്ക് വേണ്ടത്. തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹങ്ങളെ ചോദിക്കാം, പക്ഷേ ആ നിർബന്ധമല്ല, അതിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ പൂർത്തീകരിക്കാനുള്ള ഒരാഗ്രഹമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് എന്നുള്ളതിനെ നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങളുടെ മുൻപിൽ ഞാൻ നിൽക്കുമ്പോൾ ഇതിന് മുൻപ് 1-2 വ്യക്തികളുമായിട്ട് ചില കുടുംബ വിഷയങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ കൗൺസിലിംഗ് നടത്തിയതിന് ശേഷമാണ് നിങ്ങളുടെ മുൻപിൽ ഞാൻ ഇരിക്കുന്നത്. 2 പ്രശ്നങ്ങളും കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന 2 വിഷയങ്ങളാണ്. ഒന്നാമത്തെ വിഷയത്തിൽ കടന്നു വരുന്നത്, അവരുടെ മകൾ ഒരു വ്യക്തിയുമായിട്ട് ഒരു പ്രണയബന്ധത്തിൽ ആയിത്തീരുകയും അങ്ങനെ ആ വ്യക്തിയെ വിവാഹം കഴിക്കണമെന്നുള്ള ഒരു നിർബന്ധം ആ മകൾ ആ കുടുംബത്തിൽ വയ്ക്കുകയും ചെയ്യുകയാണ്. ദൈവാനുഭവവും പ്രാർത്ഥനയുമുള്ള അവരുടെ മകളിൽ നിന്ന് വന്ന് ഇത്തരത്തിലൊരു മനോഭാവത്തെ അവർക്കൊരു രീതിയിലും ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല. ഞാൻ ഈ മകളുമായിട്ട് ഒരിക്കൽ സംസാരിക്കാനിടയായി. ഞാൻ അവളുടെ അടുത്ത് സംസാരിച്ച്, എന്തുകൊണ്ടാണ് നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്രേരണ തോന്നിയത്? നീ ഒത്തിരി പ്രാർത്ഥിക്കുന്ന കുട്ടിയല്ലേ, നീ ഒത്തിരി ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന കുട്ടിയല്ലേ, പക്ഷെ എന്തുകൊണ്ടാണ് മറ്റൊരു വ്യക്തിയോട് സ്നേഹം തോന്നാനുള്ള അല്ലെങ്കിൽ പ്രണയം തോന്നുന്ന ഒരു തരത്തിലുള്ള ഒരു വികാരത്തിലേക്ക് നീ വളരാനിടയായത്? തീർച്ചയായിട്ടും മാതാപിതാക്കൾ ആഗ്രഹിച്ച് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ബന്ധത്തെ സ്വീകരിക്കുന്നതല്ലേ ഉചിതം എന്ന് ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്കങ്ങനെയൊന്നും നേരത്തെ ഒന്നും തോന്നിയിട്ടുള്ളൊരു വ്യക്തിയല്ല, പക്ഷെ എന്തോ ഈ ഒരു വ്യക്തിയുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് അത്തരത്തിലൊരു ഇഷ്ടം ആ വ്യക്തിയോട് തോന്നി. അത് എനിക്ക് ദൈവം നടത്തി തരണമെന്നാണ് എൻ്റെ ആഗ്രഹം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് ആ മകൾ പറഞ്ഞു. ഞാൻ അവരുടെ മാതാപിതാക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ ആ മാതാപിതാക്കൾക്ക് ഈ മകളുടെ മാനസികാവസ്ഥ ഒട്ടും തന്നെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. കാരണം ഒരു എബവ് ആവറേജ് കുടുംബത്തിൽ ജീവിച്ച ആ മാതാപിതാക്കളാണ്. ആ അമ്മയുടെ വീടാണെങ്കിലും വളരെ സാമ്പത്തികമായും മറ്റെല്ലാ തരങ്ങളിലും ഉയർന്ന നിലവാരത്തിൽ ജീവിച്ചൊരു കുടുംബം. അതോടൊപ്പം തന്നെ അവരുടെ പിതാവും സമൂഹത്തിൽ ഉന്നത സ്ഥാനത്ത് ജീവിക്കുന്നു. ഈ വിവാഹം കഴിക്കാൻ ഈ പെൺകുട്ടി ആഗ്രഹിക്കുന്ന ചെറുക്കനാണെങ്കിലോ അവൻ സമൂഹത്തിൽ അത്ര ഒരു എബവ് ആവറേജ് എന്ന് പറയാൻ കഴിയാതെ ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് എന്നുള്ള ലെവലിൽ ജീവിക്കുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു മകൻ. ഒരു രീതിയിലും ഇവർക്ക് പരസ്പരം മനസ്സിലാക്കാനായിട്ടോ ഉൾക്കൊള്ളാനായിട്ടോ കഴിയുന്നില്ല. ഇവിടെ ആ മകളുടെ പ്രാർത്ഥന ഇതാണ്: ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ദൈവം നടത്തി തരണം, ഞാൻ ആഗ്രഹിക്കുന്നത് ആ പയ്യനെയാണ്, എനിക്ക് ആ പയ്യനെ വേണം, അതാണ് അവളുടെ ആഗ്രഹം, അത് അവൾക്ക് ദൈവം നടത്തി കൊടുക്കണം. ആ അപ്പൻ്റെ അമ്മയുടെ ആഗ്രഹമോ അവനെ എൻ്റെ മകൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല,
അത് നടക്കുന്നില്ല, പക്ഷേ അത് നടക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഞങ്ങളുടെ ആഗ്രഹത്തിലേക്ക് ആ മകൾ കടന്നു വരണം. ഞങ്ങളുടെ സ്റ്റാറ്റസ്, ഞങ്ങളുടെ ഫാമിലി സെറ്റപ്പ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞങ്ങളുടെ മകൾ വിവാഹം കഴിക്കേണ്ടത്. അതുകൊണ്ട് മകൾ ആ ഒരു ഇഷ്ടത്തിലേക്ക് കടന്നു വരണം ദൈവമേ എന്ന് അവർ ദൈവസന്നിധിയിൽ നിർബന്ധം പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവളെ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയോ എനിക്ക് ആ മകളെ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ അവന് നിർബന്ധം പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ 3 പേർ ആഗ്രഹങ്ങളെ വെക്കുകയാണ്. മകൾ അവളുടെ ആഗ്രഹം നടത്തി തരാൻ, അമ്മ അവരുടെ ആഗ്രഹം നടത്തി തരാൻ, ആ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ അവന്റെ ആഗ്രഹം നടത്തി തരാൻ. നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ അതുപോലെ ദൈവം നമുക്ക് നടത്തി തരികയാണെങ്കിൽ ഈ 3 പേരിൽ ആരുടെ ആഗ്രഹമാണ് ദൈവം നടത്തി തരേണ്ടത്? ഈ 3 വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോഴും അവരൊന്നും മാനസികമായിട്ട് പരസ്പരം പൊരുത്തപ്പെടാനായിട്ട് തയ്യാറാകുന്നില്ല. എന്തുമാകട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരോട് സംസാരിച്ചത് ഇപ്രകാരമാണ്: നിങ്ങൾക്ക് 3 പേർക്കും 3 തരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്, എന്നാൽ ആത്യന്തികമായി ഈ വിഷയത്തിൽ ദൈവത്തിനൊരാഗ്രഹമുണ്ട്. ആ ആഗ്രഹം നടക്കാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും കടന്നു വരുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവം പൂർത്തീകരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷെ ദൈവത്തിന്റെ ആഗ്രഹത്തിലേക്ക് നമ്മൾ വളരാനായിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിർബന്ധം പിടിക്കുമ്പോൾ പലപ്പോഴും അത് അപകടങ്ങളിൽ ചെന്ന് ചാടുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് രണ്ടാമതായിട്ട് ഞാൻ കൈകാര്യം ചെയ്ത പ്രശ്നം ഇതുപോലൊരു പ്രശ്നമാണ്. അവിടെ അന്യജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഒരു ക്രിസ്ത്യാനിയായ മകൻ ആഗ്രഹമുണ്ടായി. അവൻ അതിനുവേണ്ടി ആഗ്രഹിച്ചു, ആ പെൺകുട്ടിയും അതിനുവേണ്ടി ആഗ്രഹിച്ചു. അവളുടെ വീട്ടുകാരുടെ സമ്മതമൊന്നുമില്ലാതെ തന്നെ ഈ ചെറുക്കൻ്റെ കൂടെ അവൾ ഒളിച്ചോടി പോന്നു. എന്നിട്ട് രജിസ്റ്റർ വിവാഹം ചെയ്ത് ഒരുമിച്ച് ജീവിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ദേവാലയത്തിലെ വികാരി വിവരം അറിഞ്ഞു. വികാരി അച്ഛൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ താമസിക്കുന്നത് ശരിയല്ല. അങ്ങനെ ആ പെൺകുട്ടിയും മാമോദീസ സ്വീകരിച്ച് ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നു. ദേവാലയത്തിൽ വെച്ച് അവരുടെ വിവാഹം നടന്നു. അതിനുശേഷം സന്തോഷകരമായ കുടുംബജീവിതം അവർക്ക് ആരംഭിച്ചു. ഇവിടെ അവർ രണ്ടുപേരും അവരാഗ്രഹിക്കുന്നത് നടന്നേ പറ്റൂ എന്നുള്ള തീരുമാനത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് അവരെ പിടിച്ചു മേടിച്ചു. അവരുടെ വിവാഹബന്ധം അവർ പിടിച്ചു മേടിച്ചതായിരുന്നു എന്ന് ഞാൻ പറയും. അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു. 2 കൂട്ടരും വീട്ടുകാരെ വെറുപ്പിച്ച് നടത്തിയിട്ടുള്ള ഒരു വിവാഹമായിരുന്നു അത്. ദൈവസന്നിധിയിൽ നിന്ന് അവർ പിടിച്ചു മേടിച്ചു. പക്ഷേ 1.5 വർഷമായി അവർ പിടിച്ചു മേടിച്ചിട്ട് ഇന്നവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ കുടുംബ ബന്ധം തകർന്ന അവസ്ഥയിലാണ്. അവൻ അവളെക്കുറിച്ച് കുറ്റം പറയുന്നു, അവൾ അവനെക്കുറിച്ചുള്ള തെറ്റുകൾ പറയുന്നു. ഇവരുടെ 2 പേരുടെയും മാതാപിതാക്കൾ പരസ്പരം പഴിയാറുന്നു. ഡൈവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്ന സാഹചര്യം. ഇന്ന് വികാരി അച്ഛന് എന്നും ഇവരുടെ പ്രശ്നം തീർക്കാൻ ഇവരുടെ പുറകെ നടക്കാനേ സാഹചര്യമുള്ളൂ. കണ്ടോ, ദൈവസന്നിധിയിൽ നിന്ന് അവർ നിർബന്ധമായി പിടിച്ചു വാങ്ങിച്ചതാണ്. എന്നിട്ട് എന്ത് പറ്റി? ഇന്ന് തകർച്ചയുടെ വക്കില. പരസ്പരം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവരുടെ പ്രാഥമികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇതാ അവർ തകരുന്നു, തളരുന്നു. അവരുടെ എല്ലാ സന്തോഷവും നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യം. സഹോദരങ്ങളെ, ഇവിടെയാണ് ദൈവത്തിന്റെ ഇഷ്ടത്തിനു വേണ്ടി നമ്മൾ സമർപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ നമ്മൾ തിരിച്ചറിയേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞ് ധ്യാനിക്കൂ. നിങ്ങളുടെ മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിൽ, പഠനവുമായിട്ടുള്ള ബന്ധത്തിൽ, ജോലിയുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ചില നിർബന്ധ ബുദ്ധിയ ഉള്ള ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. ഞങ്ങൾ ചോദിക്കുന്നത് നീ ചെയ്തു തരണം കർത്താവേ എന്നുള്ള മനോഭാവം. അതിനേക്കാളൊക്കെ വ്യത്യസ്തമായിട്ട് ദൈവമേ നിന്റെ ആഗ്രഹത്തിലേക്ക് ഞങ്ങൾ വരട്ടെ എന്നുള്ളതായിരിക്കണം നമ്മുടെ മനോഭാവം. അങ്ങനെ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ പുലർത്തിയാൽ അത് നമുക്ക് ഒത്തിരിയേറെ അനുഗ്രഹമാണ്. അവിടെ ദൈവത്തിന്റെ ഇഷ്ടം പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമ്മിൽ സംഭവിക്കുന്ന എല്ലാ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും നമുക്ക് പോസിറ്റീവായിട്ടുള്ള ദൈവാനുഭവങ്ങളായി മാറുമെന്നുള്ളൊരു സന്ദേശമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുക. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി നിർബന്ധം പിടിക്കേണ്ട, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കുക. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ നേരിടുന്ന ഏതൊരു പ്രതിസന്ധിയാണെങ്കിൽ തന്നെയും നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ നിർബന്ധം പിടിക്കേണ്ട. ദൈവത്തിന്റെ ഇഷ്ടം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കൂ. ആത്യന്തികമായി ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന ഗുണം നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ്. ഏറ്റവും വലിയ ഗുണം അതാണ്. എല്ലാ പ്രതിസന്ധികളിലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് വളരെ ടെൻഷൻ അനുഭവിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായ സമയത്ത് എനിക്ക് സത്യത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒത്തിരി ടെൻസ്ഡ് ആവേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് ഞാൻ അതിനെ ഫേസ് ചെയ്തപ്പോൾ ഒട്ടും തന്നെ ടെൻഷൻ ഉണ്ടാകേണ്ടി വന്നില്ല. അതിൻ്റെ ഒരു സാക്ഷ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുകയാണ്. കാരണം ഇതാണ്, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തപ്പോൾ കിട്ടൊരു സ്വാതന്ത്ര്യമാണ്. നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കൂ.
അതിനെ സ്വീകരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിൻ്റെ ആഴമായ അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് തിരിച്ചറിയുക. സെബദീപുത്രന്മാരുടെ ആഗ്രഹം തീർച്ചയായിട്ടും നല്ല ഒരാഗ്രഹമായിരുന്നു. അവർ ഭൗതികമായ സമ്പത്തിന് വേണ്ടിയല്ല ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഈ ലോകത്തിൽ അവർക്ക് നിലനിൽക്കാനുള്ള അവസ്ഥകൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല അവർ യാചിച്ചത്. അവർ ചോദിച്ചത് ഇങ്ങനെയാണ്: നാഥാ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുവൻ നിന്റെ വലതും ഒരുവൻ നിന്റെ ഇടതും ഇരിക്കുവാൻ വരം നൽകണമെന്നാണ് പ്രാർത്ഥിച്ചത്. അവർ പ്രാർത്ഥിച്ചത് വളരെ നിഷ്കളങ്കമായ, വളരെ ആത്മീയമായ ഒരാവശ്യമാണ്. നീ മഹത്വത്തിൽ എഴുന്നള്ളി വരുമ്പോൾ ഒരുവൻ നിന്റെ ഇടത്തും ഒരുവൻ നിന്റെ വലതും, ഞങ്ങൾ രണ്ടുപേരും നിന്റെ തൊട്ടടുത്തുണ്ടാകണമെന്നുള്ള ഒരാഗ്രഹമാണ് ഈ സെബദീപുത്രന്മാർ യേശുവിൻ്റെ അടുക്കൽ അവർ സമർപ്പിച്ചത്. ഈ ആഗ്രഹത്തെ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കും. നമുക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? കർത്താവെ, നമ്മുടെ പ്രാർത്ഥനകളിൽ പലപ്പോഴും ഇങ്ങനെ ഒരു ആഗ്രഹം ഉയർന്നു വരാറുണ്ടോ? കർത്താവെ, നിന്റെ മഹത്വത്തിൽ നിന്നോട് കൂടെ ഇരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അനുവദിക്കണമേ എന്നുള്ള പ്രാർത്ഥന. സഹോദരങ്ങളെ, ഇതാണ് യഥാർത്ഥമായ ആഗ്രഹം എന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ ഒത്തിരിയേറെ ആളുകൾ യേശുവിൻ്റെ അടുത്ത് പലതരം ആഗ്രഹങ്ങളെ പ്രകടിപ്പിക്കുന്ന കാണാൻ സാധിക്കും. പക്ഷേ അതിലേറ്റവും ശ്രേഷ്ഠമായ ഒരു ആഗ്രഹമായിട്ട് ഞാൻ കാണുന്നത് ഇതാണ്, സെബദീപുത്രന്മാരുടെ ആഗ്രഹം. ഞങ്ങൾ ഒരാൾ നിന്റെ ഇടതിരിക്കണം, ഞങ്ങൾ ഒരാൾ നിന്റെ വലതിരിക്കണം. തീർച്ചയായിട്ടും അതവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്കിങ്ങനെ ആഗ്രഹിക്കാൻ കഴിയണമെന്ന് തന്നെയാണ് ഞാൻ പറയുക. കർത്താവിനോട് ചേർന്നിരിക്കാനുള്ളത്, ആ ഒരു ആഗ്രഹത്തെ ദൈവസന്നിധിയിൽ നമ്മൾ പ്രകടിപ്പിക്കണം. എൻ്റെ ഭൗതികമായ മറ്റെല്ലാ ആവശ്യങ്ങളെക്കാൾ ഉപരി ദൈവമേ, നിന്നോട് ചേർന്നിരിക്കാനുള്ള എൻ്റെ ആഗ്രഹമാണ് ഏറ്റവും വലുത്. ആ ഒരു മനോഭാവത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കണം. പക്ഷേ യേശു അവിടെ വളരെ വ്യത്യസ്തമായിട്ടാണ് ആ ഒരു അവസ്ഥയെ അവതരിപ്പിക്കുന്നത്. വളരെ രസകരമായിട്ടും വളരെ ആഴമുള്ള അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നതായിട്ടുമാണ് യേശുവിൻ്റെ വചനങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. യേശു അവരോട് പറയുന്നതാണ്: നിങ്ങൾ യാചിക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനമേൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് യേശു ചോദിക്കുകയാണ്. എൻ്റെ ഇടതിരിക്കണം, എൻ്റെ വലതിരിക്കണം എന്ന് പറഞ്ഞില്ലേ? എന്നോട് ഏറ്റവും ചേർന്നിരിക്കണമെന്ന് പറഞ്ഞില്ലേ? എന്നോട് ഏറ്റവും ചേർന്നിരിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറ്റണം. ഒന്ന്, ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് നിങ്ങൾ കുടിക്കണമെന്നാണ് യേശു പറയുക. പിന്നെയോ, ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾ ഏൽക്കണമെന്നാണ് പറയുക. ഈ രണ്ട് തലങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയാലേ എന്നോട് ചേർന്നിരിക്കാൻ കഴിയൂ. യേശുവിനോട് ചേർന്നിരിക്കുക എന്ന് പറയുന്നത് നല്ല ആഗ്രഹമാണെങ്കിൽ പോലും ഈ രണ്ടവസ്ഥകൾ സാധിക്കണം. അത് നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. ഇതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടിട്ടൊന്നുമല്ല അവർ ഉത്തരം പറഞ്ഞത്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയും കർത്താവേ എന്ന് പറഞ്ഞു. പക്ഷെ സത്യത്തിൽ അവർക്ക് കഴിഞ്ഞോ അത് എന്നുള്ളതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. യേശു കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു. ഏതാണ് ഞാൻ കുടിക്കുന്ന പാനപാത്രം എന്ന് യേശു ഉദ്ദേശിച്ചത്? യേശു കുടിച്ച പാനപാത്രം എന്ന് പറയുന്നത് കയ്പിന്റെ പാനപാത്രമാണ്, കയ്പിന്റെ കാസായാണ്. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് കുരിശിൽ കിടന്നുകൊണ്ട് താൻ ദാഹിച്ച് നിലവിളിച്ച് കരഞ്ഞപ്പോൾ യേശുവിന് കൊടുത്തത് കയ്പ് നീരാ. ഈ കയ്പിന്റെ ജീവിതാനുഭവങ്ങളെ നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുമോ എന്നാണ് യേശു ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചേർന്ന് സ്ഥാനമുണ്ട്. രണ്ടാമതായിട്ട്, ഞാൻ ഏൽക്കുന്ന സ്നാനം എന്ന് പറയുന്നത് അത് എന്തു സ്നാനമാണ് യേശു ഏറ്റത്? കുരിശിൽ കിടന്നുകൊണ്ട് യേശു ഏറ്റത് രക്തത്താലുള്ള സ്നാനമാണ്. തൻ്റെ ശരീരം മുഴുവൻ കീറി മുറിക്കപ്പെട്ടു. തൻ്റെ ശിരസ് മുതൽ ഉള്ളംകാൽ വരെ രക്തമൊഴുകി. ഒരു ജലത്താലുള്ള സ്നാനമല്ല. ജലത്താലുള്ള സ്നാനം യേശു സ്വീകരിച്ചതാണ് പണ്ട്. പക്ഷേ ഇവിടെ യേശു പറയുന്നത് ആ സ്നാനത്തെക്കുറിച്ചല്ല. കാരണം ഞാൻ ഏൽക്കുന്ന സ്നാനം എന്ന പദമാണ് യേശു ഉപയോഗിക്കുന്ന. ഞാൻ ഏൽക്കുന്ന സ്നാനം, അതായത് താൻ ഇനി ഏൽക്കാൻ പോവുകയാണ് ആ സ്നാനം എന്നുള്ള അർത്ഥത്തില. കുരിശിൽ കിടന്നുകൊണ്ട് താൻ കുടിച്ചത് കയ്പിന്റെ പാനപാത്രമാണ്. കുരിശിൽ കിടന്നുകൊണ്ട് താൻ സ്വീകരിച്ച രക്തത്തിന്റെ സ്നാനമാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞാലേ എന്നോട് ചേർന്നിരിക്കാൻ കഴിയുമെന്ന യേശു പറഞ്ഞതിന്റെ അർത്ഥം. സഹോദരങ്ങളെ, എത്രമാത്രം ആഴമുള്ളൊരു സന്ദേശമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. നമ്മളൊക്കെ യേശുവിനോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നു. പാട്ടായിട്ടൊക്കെ നമ്മൾ പാടും, യേശുവോട് ചേർന്നിരിക്കുന്നത് എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ എന്ന്. യേശുവോട് ചേർന്നിരിക്കാനുള്ള കൊതിയൊക്കെ നമ്മുടെ പാട്ടുകളിലുണ്ട്, നമ്മുടെ പ്രാർത്ഥനകളുണ്ട്. പക്ഷേ യഥാർത്ഥമായി യേശുവിനോട് ചേർന്നിരിക്കുന്നവന് കയ്പ് കുടിക്കാനായിട്ട് കഴിയണം, രക്തം കൊണ്ട് സ്നാനമേൽക്കാനായിട്ട് കഴിയണം സഹോദരങ്ങളെ. അതായത് സഹനത്തിന്റെ തീച്ചൂളയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി മാത്രമാണ് യേശുവിനോട് ചേർന്നിരിക്കുക. ആ വ്യക്തിക്ക് മാത്രമാണ് മഹത്വത്തിൽ തന്നോട് ചേർന്നിരിക്കാൻ കഴിയുന്നതെന്നുള്ള വലിയൊരു സന്ദേശം